നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ബഡ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 18ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. വിവിധ വിഷയങ്ങളിലൂന്നി ഗ്രാമസഭ ഫെസിലിറ്റേറ്റർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ 19ഓളം ഗ്രാമസഭയിൽ നിന്നും 190 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ ഉദ്ഘാടനം ചെയ്തു. അധികൃതരുടെ ഉത്തരവ് കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ശക്തമാക്കി. ഇതോടെ മേഖലയിലെ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയും ടിക്കറ്റ് നൽകാത്ത യാത്രയും ശിക്ഷാർഹമാവും. പച്ചക്കറി വിളവെടുപ്പ് മഹോത്സവം ശ്രദ്ധേയമായി. ചുങ്കത്തറ പള്ളിക്കുന്ന് ഗവൺമെന്റ് സ്കൂളിലാണ് വിളവെടുപ്പ് മഹോത്സവം നടത്തിയത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ബഡ്സ് സ്കൂൾ ഫോർ ദ ഹിയറിംഗ് ഇംപെയർഡ്സിന്റെ സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും 18ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 100ഓളം കുട്ടികളോട് പഠിക്കുന്നു എന്ന് ഇവരെ വാസ്തവത്തിൽ സഹായിക്കാനുള്ള ബാധ്യത സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കുമുണ്ട്. സർക്കാരിനുണ്ട്, സാമൂഹിക സംഘടനകൾക്കുണ്ട്, എല്ലാവർക്കും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇതടക്കം 17 വിദ്യാലയങ്ങളെ 2005 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ ഞാനും അംഗമായിരുന്നു. അന്ന് ഞങ്ങൾ 17 സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളാക്കി മാറ്റി. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷനായിരുന്നു. NC സുഹ്റ ബീവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻ MP PV അബ്ദുൽ വഹാബ് വിശിഷ്ടാതിഥിയായിരുന്നു. പാലോളി മെഹബൂബ്, ശ്രീജ ചന്ദ്രൻ, വിനോദ് P മേനോൻ, വണ്ടൂർ GEO O മോഹൻദാസ്, നിലമ്പൂർ BPO C അഷ്റഫ്, സുബൈദ, സ്കൂൾ PTA അംഗം VP അബൂബക്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഡോക്ടർ EK ഉമ്മർ സ്വാഗതവും CP അബൂബക്കർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നിലമ്പൂർ ബഡ്സ് സ്കൂളിന് സമീപം അപകടകരമായ വിധം സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ബഡ്സ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഡ്സ് സ്കൂളിന്റെ 100 മീറ്ററോളം ദൂരത്തിലാണ് വൈദ്യുതി ലൈൻ താഴ്ന്നു നിൽക്കുന്നത്. സ്കൂൾ പരിസരം മണ്ണിട്ട് നികത്തിയതിനാലാണ് വൈദ്യുതി ലൈൻ അപകട ഭീഷണിയായി തീർന്നത്. ഇത് സ്കൂൾ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇതിന് പരിഹാരമായി എഞ്ചിനീയറുമായി സംസാരിച്ച് പുതിയ വൈദ്യുതി തൂൺ സ്കൂളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഉയരത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അതിനേക്കാൾ ഉയരത്തിലുള്ള പോസ്റ്റ് ഇടാൻ കഴിയില്ല. അത് ഇട്ടാൽ ബാക്കിയുള്ളയിടത്തും ആ ഹൈറ്റിലുള്ള പോസ്റ്റ് വരണം. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ നടക്കാവുന്ന ഒരു പ്രായോഗിക മാർഗം ആ പോസ്റ്റും ഈ പോസ്റ്റും അവിടെ അറ്റത്ത് കാണുന്ന ഒരു പോസ്റ്റും ഈ മതിലിന്റെ ഇങ്ങേപ്പുറത്ത് ഈ കമ്പൗണ്ടിലേക്ക് ഇട്ടാൽ ഉയരം കൂടും. അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാളികാവ്, തുവ്വൂർ, പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ആകുംപാറിലെ കാക്കത്തോടിന് കുറുകെ മരുതഞ്ചേരി പാലം യാഥാർത്ഥ്യമായില്ല. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP തുടങ്ങി മുഴുവൻ ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടും ഒരു ഫലവും ഇതുവരെ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പതിറ്റാണ്ടുകളായി ഉപയോഗശൂന്യമായ VCB കം ബ്രിഡ്ജ് ഉണ്ടായത് കാരണം പുതിയ പാലം അനുവദിക്കുന്നില്ല. ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പ്രദേശങ്ങളിലെ കൃഷിക്കാവശ്യമായ ജലസേചനത്തിന് ഉണ്ടാക്കിയതായിരുന്നു VCB കം ബ്രിഡ്ജ്. കാക്കത്തോട് കടന്നു പോകാൻ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് VCB കം ബ്രിഡ്ജ് നിർമ്മിച്ചിരുന്നത്. 3 അടി വീതിയും 6 മീറ്ററോളം നീളവുമാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ വീതിയില്ലാത്തത് കാരണം വാഹനങ്ങൾക്ക് കടന്നു പോകാനാവുകയില്ല. പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ കാൽനട യാത്ര പോലും ദുരിതത്തിലാണ്.
ബ്രിട്ടീഷുകാരുടെ കാലത്ത് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച VCB ഇപ്പോൾ നാട്ടുകാർക്ക് വിനയായിരിക്കുകയാണ്. ആകുംപാറിൽ നിവാസികൾക്ക് കുയ്യംകുത്ത് വല്യട്ട വഴി തുവൂരിലെത്തുവാനുള്ള എളുപ്പവഴിയാണ് ഇത്. മരുതഞ്ചേരി വല്യട്ട SC കോളനി, കുയ്യൻകുത്ത് കോളനി എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിനും എളുപ്പമാർഗമാണിത്. തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മരുതഞ്ചേരി നിവാസികൾക്ക് എത്തിപ്പെടുവാനുള്ള വഴിയാണ് കാക്കത്തോട് പാലം. പാണ്ടിക്കാട് പഞ്ചായത്തിൽപ്പെട്ട മരുതഞ്ചേരി കാക്കത്തോട് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം നടപ്പിലാക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറായിട്ടില്ല. 10 വർഷക്കാലം MLA ആയ AP അനിൽകുമാറും ഷാനവാസ് MPക്കും ഉമ്മർ MLAക്കും പരാതി നൽകിയിരുന്നു. 2009 മെയ് 5-നാണ് ഷാനവാസ് MPക്ക് പരാതി നൽകിയത്. പരാതിക്ക് ഇതുവരെ വെളിച്ചം കണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലമായാൽ തോട് കടന്ന് വാഹനങ്ങൾ പോകും. എന്നാൽ മഴക്കാലമായാൽ ആകുംപാറിൽ നിവാസികൾക്ക് തുവൂരിലെത്തുവാൻ ഐലാശ്ശേരി ചുറ്റി 8 കിലോമീറ്ററോളം വേണം സഞ്ചരിക്കുവാൻ. അതുപോലെ തന്നെ മരുതഞ്ചേരി നിവാസികൾക്ക് കാളികാവിലെത്തുവാനും ഏറെ ചുറ്റിത്തിരിയണം. ജനങ്ങൾക്ക് ഉപകാരമില്ലാതായ പാലം വീതി കൂട്ടി പുതുക്കി പണിയണമെന്ന് മന്ത്രി അനിൽകുമാറിനെ നേരിൽ കണ്ട് ബോധിപ്പിച്ചിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനിടെ VCB കം ബ്രിഡ്ജ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. പാലത്തിന് രേഖകളിൽ 6 മീറ്റർ വീതിയും 8 മീറ്റർ നീളവുമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ പാലത്തിന് 1 മീറ്റർ വീതിയും 6 മീറ്ററോളം നീളവുമാണ് ഉള്ളത്. പാലം അറ്റകുറ്റപ്പണിയുടെ മറവിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഏതായാലും തോടിനു കുറുകെയുള്ള VCB കം ബ്രിഡ്ജ് വീതി കൂട്ടി പാലമാക്കി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമൂഹ പുസ്തക പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. പൂക്കോട്ടുംപാടം വിദ്യാ കോളേജിൽ നടന്ന ചടങ്ങിൽ 5ഓളം പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചും ഏറെ ആഹ്ലാദകരമാണ്. തീർച്ചയായും അതിന്റെ കൂടെ തന്നെ സുരേന്ദ്രൻ മാഷ് അദ്ദേഹം ബോധി ബുക്സ് ഒട്ടേറെ കൊല്ലക്കാലമായി ഇവിടെ ഇറക്കുന്ന പുസ്തകങ്ങൾ 5 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുക സംഘടിപ്പിക്കുന്നുണ്ട്. ബോധി ബുക്സിന്റെയും പീപ്പിൾസ് വായനശാലയുടെയും പൂക്കോട്ടുംപാടം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രൊഫസർ K പാപ്പുട്ടിയുടെ ഷാഹിനയുടെ സ്കൂൾ, C ശ്രീകുമാറിന്റെ വലംപിരി ഇല്ലം, P ശിവശങ്കരന്റെ തമ്പുരുമീട്ടുന്ന സന്യാസി, വിപിന്റെ ഓർമ്മയിൽ ശേഷിക്കുന്നത്, NN സുരേന്ദ്രന്റെ ഒരുമ തുടങ്ങിയ പുസ്തകങ്ങളാണ് പ്രകാശിപ്പിച്ചത്. തുടർന്ന് S സഞ്ജയ്, രമേശ് വട്ടിങ്ങാവിൽ, മണിലാൽ തുടങ്ങിയ പുതിയ പ്രതിഭകളുടെ കവിയരങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിൽ പീപ്പിൾസ് വായനശാല സെക്രട്ടറി KV ദിവാകരൻ, ബോധി ബുക്സ് മാനേജർ NN സുരേന്ദ്രൻ, ഡയറക്ടർ V രാജൻ, KC വേലായുധൻ, KN പ്രസന്നൻ, R പാർത്ഥസാരഥി, C സുജാത, K അരുൺകുമാർ, C ജയപ്രകാശ്, VK പുരുഷോത്തമൻ, VK സതീശൻ, കുഞ്ഞു മുഹമ്മദ്, DT മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. അമരമ്പലം പഞ്ചായത്തിലെ ഗ്രാമസഭ ഫെസിലിറ്റേറ്റർമാർക്ക് പരിശീലനം നൽകി. 19 ഗ്രാമസഭകളിൽ നിന്നും തെരഞ്ഞെടുത്ത 190ഓളം പേർക്കാണ് പരിശീലനം നൽകിയത്. അതിന് കിട്ടാത്തവര് ഞാനെല്ലാം ഓടിക്കാനും എന്തൊന്നും കിട്ടുന്നല്ലോ എന്നതിലേക്ക് അവര് തരാത്ത ഇത് 2 തലം കൂടിയായപ്പോൾ ഗ്രാമസഭയിൽ 25-50 ആൾക്കാരായി മാറുകയും അതിലെ കോർഡിനേറ്റർ ഒപ്പിട്ട് തിരക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരമേറ്റതിനു ശേഷം 4-5 ശില്പശാലയിൽ യോഗങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് പങ്കെടുക്കുകയുണ്ടായി. അതേ ഓരോ പരിപാടിയിലും ഈ ഗ്രാമസഭയുടെ പ്രസിഡന്റിനെ കുറിച്ച് ഊന്നി പറയുന്ന എല്ലാ പരിപാടിയിലും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഈ ഗ്രാമസഭയുടെ പ്രാധാന്യവും അതിൽ ആൾക്കാർ പങ്കെടുക്കുന്നതിനെ കുറിച്ചും ആവർത്തിച്ച് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നതിന് അദ്ദേഹം പറഞ്ഞതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളും ഗ്രാമസഭയുടെ അധികാരാവകാശങ്ങളും, ഭരണ സംവിധാനത്തിൽ ഗ്രാമസഭയ്ക്കുള്ള ഇടപെടൽ, ഗ്രാമസഭ ശാക്തീകരണം, പദ്ധതി ആസൂത്രണം, നിർവഹണം, മോണിറ്ററിംഗ്, ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും നടത്തിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ആരോഗ്യം, ശുചിത്വം, ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പ്, സോഷ്യൽ ഓഡിറ്റ്, 12ാം പദ്ധതി, ഗ്രാമസഭയുടെ കാഴ്ചപ്പാടും മുൻഗണനകളും, ഉൽപാദന മേഖല, സേവന മേഖല, ഗതാഗതം, ഊർജം, സാമൂഹ്യ സുരക്ഷിതത്വം, ക്ഷേമ പദ്ധതികൾ, പ്രത്യേക പരിഗണന വേണ്ട വിഭാഗങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് ഫെസിലിറ്റേറ്റർമാർക്ക് പരിശീലനം നൽകിയത്. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തനൂജ ആദവനാട് അധ്യക്ഷത വഹിച്ചു. കാളികാവ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സുരേഷ് കളരിക്കൽ, അംഗങ്ങളായ MM കൃഷ്ണൻകുട്ടി, സെക്രട്ടറി KA അബ്ദുൽ ഗഫൂർ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.